ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ ഇന്നത്തെ പ്രഭാത ചിന്തയിലെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 42-ാം വാക്യം. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല. ആയിരങ്ങളെ രക്ഷയിലേക്ക് നയിച്ച പ്രശസ്ത സുവിശേഷകനായ ഡോക്ടർ R.A. ടോറിക്ക് ചെറുപ്പകാലത്ത് ദൈവത്തിലോ ബൈബിളിലോ ഒന്നും ഒട്ടും വിശ്വാസമുണ്ടായിരുന്നില്ല. ലോകത്തിൻ്റെ താടിമൂടികളിലൂടെ സുഖപ്രയാണം നടത്തി ഒരു ലക്കുകെട്ട ജീവിതം നയിക്കുവാനാണ് അവൻ ആഗ്രഹിച്ചത്. എന്നാൽ തൻ്റെ ഭക്തിയായ അമ്മ പല പ്രാവശ്യം അവനോട് യേശു കർത്താവിനെ പറ്റി പറയുകയും മകൻ്റെ മാനസാന്തരത്തിനു വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഒരു ദിവസം അമ്മ അവനോട് ക്രിസ്തുവിനെ പറ്റി പറഞ്ഞപ്പോൾ ടോറി അരിശം പൂണ്ട് അമ്മയോട് പറഞ്ഞു, എൻ്റെ പാപത്തെപ്പറ്റിയോ നിങ്ങളുടെ പ്രാർത്ഥനയെപ്പറ്റിയോ എനിക്ക് കേൾക്കണ്ട. ഞാൻ നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ ഇവിടെ നിന്നും പോകുകയാണ്. അവൻ്റെ ഈ തീരുമാനത്തിൽ നിന്നും പിൻവാങ്ങാൻ അമ്മ വളരെ കേണപേക്ഷിച്ചു. എങ്കിലും ടോറി അതിലുറച്ചു നിന്നു. അവൻ വീട് വിട്ടിറങ്ങുമ്പോൾ അമ്മ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, മകനെ, നീ തെറ്റായ മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ നീ പിടിച്ചിരിക്കുന്ന കയറിൻ്റെ അങ്ങേയറ്റത്തെത്തുമ്പോൾ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോൾ നിന്റെ അമ്മയുടെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ചപേക്ഷിക്കുക. തീർച്ചയായും അവിടുന്ന് നിന്നെ സഹായിക്കും. വീട് വിട്ടിറങ്ങിയ ടോറി പഴയതിനേക്കാൾ മോശമായ പാപവഴികളിൽ ജീവിച്ചു. എന്നാൽ അധികം നാൾ കഴിയും മുമ്പേ അവൻ നൈമിഷിക സുഖങ്ങളുടെ വ്യർത്ഥത മനസ്സിലാക്കി. ഏകാന്തതയും ഭയവും അവനെ വേട്ടയാടി. ഉറക്കം വരാത്ത രാത്രികൾ പലതും കടന്നുപോയി. ഒടുവിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടവനായി അവൻ താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിൽ തന്നെ അവൻ്റെ ജീവിതം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചു. അലമാരയിലിരുന്ന് റിവോൾവർ എടുക്കാൻ കൈനീട്ടിയപ്പോഴാണ് തൻ്റെ അമ്മയുടെ വാക്കുകൾ അവൻ്റെ സ്മൃതിപഥത്തിലേക്ക് ഓടിയെത്തിയത്. ഉടനെ തന്നെ പരിശുദ്ധാത്മാവിനാൽ അവൻ പാപബോധമുള്ളവനായി തീർന്നു. ടോറി മുട്ടിന്മേൽ നിന്ന് നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മയുടെ ദൈവമേ, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അവിടുത്തെ സഹായം എനിക്ക് ആവശ്യമാണ്. അങ്ങനെ സഹായിച്ചാൽ ഞാൻ അങ്ങയെ അനുഗമിക്കും. പ്രാർത്ഥിച്ച നിമിഷത്തിൽ തന്നെ അവൻ്റെ പാപഭാരം ഒഴിഞ്ഞു പോകുന്നതായും അന്ധകാരവൃതമായ ഹൃദയം പ്രകാശമാനമാകുന്നതായും അനുഭവപ്പെട്ടു. സന്തോഷവും സമാധാനവും അവനിൽ നിറഞ്ഞു. അവൻ്റെ ഹൃദയത്തിൻ്റെ ശൂന്യത യേശുക്രിസ്തു നികത്തിയതായി അറിയുവാൻ സാധിച്ചു. യേശുക്രിസ്തുവിൽ ടോറി ഒരു പുതിയ സൃഷ്ടിയായി. പിന്നീട് കർത്താവിൻ്റെ വേലയ്ക്കായി പൂർണ്ണമായി സമർപ്പിച്ച് ഒരു പ്രശസ്ത സുവിശേഷകനും എഴുത്തുകാരനും പ്രസംഗകനുമായി മാറ്റപ്പെട്ടു. ആകയാൽ പ്രിയമുള്ളവരെയും, എൻ്റെയും നിങ്ങളുടെയും പാപഭാരത്താൽ നാം വ്യാകുലപ്പെടുകയാണെങ്കിൽ ടോറിയെ മാനസാന്തരത്തിലേക്ക് നയിച്ച കർത്താവ് ഈ പ്രഭാതത്തിൽ നമ്മെയും വിളിക്കുന്നു. നമ്മുടെ പാപഭാരവുമായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ പരിപൂർണമായി അടുത്തു ചെന്നാൽ പൂർണ്ണമായി നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാനും നമ്മളെ ഹിമം പോലെ വെളുപ്പിക്കുവാനും നമ്മുടെ കർത്താവ് മതിയായവനാണ്. ആ കർത്താവിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിന് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നൽകിയ നല്ല വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. നല്ല അംശം എപ്രകാരമാണോ മറിയ തിരഞ്ഞെടുത്തത്, അപ്രകാരം ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവെ വചനമെന്ന ആ അംശം തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. രക്ഷയുടെ മാഹാത്മ്യം ഇന്ന് കർത്താവെ ഞങ്ങളെ അവിടുന്ന് വെളിപ്പെടുത്തി തന്നതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവ്, ഞങ്ങളുടെ പാപഭാരത്താൽ ഞങ്ങൾ തളർന്നിരിക്കുമ്പോൾ ഞങ്ങളുടെ പാപങ്ങളെ ലഘൂകരിക്കുന്നതായിട്ടുള്ള കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് ഹിമം പോലെ ഞങ്ങളെ അവിടുന്ന് വെളുപ്പിക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.